മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് സെയിൽസ് റിക്വയർഡ് ടു ഏൺ എ ഗിവൺ റേറ്റ് ഓഫ് ഓർ ലെവൽ ഓഫ് പ്രോഫിറ്റ്. ഒരു പ്രത്യേക എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് കിട്ടുന്നതിന് വേണ്ടി ഉള്ള സെയിൽസ് എത്രയാണ്, അല്ലെങ്കിൽ എത്ര എമൗണ്ട് ഓഫ് സെയിൽസ് നടന്നാലാണ് നമുക്ക് ഉദ്ദേശിച്ച പ്രോഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ ഇത് മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു പോയിൻ്റാണ്. കൂടുതലും നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഓർ മാനേജീരിയൽ കോസ്റ്റിംഗ് ഓർ മാർജിനൽ കോസ്റ്റിംഗ് കൂടുതലായിട്ടും ഡിസിഷൻ മേക്കിങ്ങിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ പഠിച്ച ടോപ്പിക് എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ നമ്മൾ അതേ ടോപ്പിക്കുകൾ വെച്ച്, അതായത് പി വി റേഷ്യോ അല്ലെങ്കിൽ പ്രോഫിറ്റ് റിക്വയർഡ് ടു ഏൺ എ ഡിസൈഡ് സെയിൽസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ടോപ്പിക്ക് തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ആണ് അടുത്ത ഗ്രാഫിലേക്കും അതുപോലെ തന്നെ അടുത്ത ടോപ്പിക്കിലേക്കും കിടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. പേജ് നമ്പർ 235 ഇല്ലസ്ട്രേഷൻ 26 ആണിന്ന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫോളോയിങ് ഈസ് ദ ഇൻഫർമേഷൻ കളക്റ്റഡ് ഫ്രം കോസ്റ്റ് റെക്കോർഡ്സ് ഓഫ് എ കമ്പനി. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ₹20, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ₹15, ഫിക്സഡ് കോസ്റ്റ് ₹4000, ഔട്ട്പുട്ട് 2000 units. You are required to calculate PV ratio, present profit, profit when output is 2500 units, number of units to be sold to obtain a profit of ₹10,000. അപ്പോൾ നമുക്ക് കാണേണ്ടത് പി വി റേഷ്യോ കാണണം, പ്രസൻറ്റ് പ്രോഫിറ്റ് ഇപ്പോഴത്തെ പ്രോഫിറ്റ്, അതായത് ഈ പി വി റേഷ്യോ വെച്ചിട്ടുള്ള പ്രോഫിറ്റ് കാണണം, ഔട്ട്പുട്ട് 2500 യൂണിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് എത്രയാണെന്ന് കാണണം. ഇനി 10,000 രൂപ പ്രോഫിറ്റ് കിട്ടാൻ എത്ര യൂണിറ്റിൻ്റെ ഔട്ട്പുട്ട് വേണം, എത്ര യൂണിറ്റ് സെയിൽസ് വേണം, ഇത്രയും 4 കാര്യങ്ങളാണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. സാധാരണ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഞാൻ നേരത്തെ എടുക്കുമ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇത് എക്സാമിനേഷന് വരാൻ സാധ്യതയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം. ഓരോ ക്വസ്റ്റ്യനും ഡിഫറൻ്റ് ആയിരിക്കാം പല മേഖലകളിൽ. അപ്പോൾ അതുകൊണ്ട് ഓരോന്നിനും ഓരോ ഇക്വേഷൻസ് ആയിരിക്കാം യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻ വർക്ക് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് സൊല്യൂഷനിലേക്ക് പോവാം. ഈ ക്വസ്റ്റ്യനിൽ പി വി റേഷ്യോ ആണ് ആദ്യം കാണാൻ പറഞ്ഞിട്ടുള്ളത്. പോയിൻ്റ് ആണ്. അപ്പോൾ പി വി റേഷ്യോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. ദെൻ കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു എസ് മൈനസ് വി, സെയിൽസ് മൈനസ് വി. ഇവിടെ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ഒക്കെ എന്താ തന്നിട്ടുള്ളത് മതി, കുഴപ്പമില്ല. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് ₹20 ആണ്. വേരിയബിൾ കോസ്റ്റ് 15 ആണ്. അപ്പോൾ ഈസ് ഈക്വൽ ടു ₹5 ആണ് നമ്മുടെ കോൺട്രിബ്യൂഷൻ. കോൺട്രിബ്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് കാണാമല്ലോ. സെയിൽസ് 20 ആണ്. അപ്പോൾ കോൺട്രിബ്യൂഷൻ 5 ആണ്, ഡിവൈഡ് ബൈ സെയിൽസ് 20 ആണ്, ഹോൾ ഇൻറ്റു 100. ഇവിടെ 5. %25 ആണ് നമ്മുടെ പി വി റേഷ്യോ. ഇതാണ് അപ്പോൾ ഒന്നാമത്തെ ആൻസർ. രണ്ടാമത് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പ്രസൻറ്റ് പ്രോഫിറ്റ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ആ പ്രോഫിറ്റ് കാണാൻ നമുക്ക് എപ്പോഴും പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു കാര്യം എന്ന് പറയുന്നത്, പ്രോഫിറ്റ് കാണാൻ ഏറ്റവും നല്ലത് കോൺട്രിബ്യൂഷനിൽ നിന്ന് എന്ത് കുറയ്ക്കുകയാണ്, ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കുകയാണ്. കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് ആണ് ഏറ്റവും എളുപ്പം. അപ്പോൾ അതന്നെ നമുക്കിവിടെ എഴുതി വയ്ക്കാം.
പ്രോഫിറ്റ്, പ്രസൻറ്റ് പ്രോഫിറ്റ്, ഇപ്പോഴത്തെ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സി മൈനസ് എഫ്, കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ്. അപ്പോൾ അത് ടോട്ടലിൽ എടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രോഫിറ്റ് അല്ലേ കാണേണ്ടത്. പ്രോഫിറ്റ് നമ്മൾ പീരീഡായിട്ടാണ് കാണുന്നത്, ഫിക്സഡ് കോസ്റ്റ് അങ്ങനെ തന്നെയാണ് വരിക. അപ്പോൾ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സി ഈസ് ഈക്വൽ ടു, സി പെർ യൂണിറ്റ് 5 രൂപയാണ്, ഒരു യൂണിറ്റിന് 5 രൂപയാണ്. ഇവിടെ എത്ര യൂണിറ്റാണ്? ഇവിടെ 2000 യൂണിറ്റാണ്. അപ്പോൾ ടോട്ടൽ കോൺട്രിബ്യൂഷൻ കാണാൻ 2000 യൂണിറ്റ്സ് ഇൻറ്റു ₹5 ഈസ് ഈക്വൽ ടു ടോട്ടൽ കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു 10,000. ഫിക്സഡ് കോസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ടോ നോക്കുക. ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട് 4000 രൂപ അല്ലേ. ദെൻ പി ഈസ് ഈക്വൽ ടു 10,000 മൈനസ് 4000 ഈസ് ഈക്വൽ ടു ₹6,000 ആണ് നമ്മുടെ പ്രോഫിറ്റ്. ഇപ്പോഴത്തെ പ്രസൻറ്റ് പ്രോഫിറ്റ് 6000. രണ്ടാമത്തെ ആൻസറായി. ഇനി മൂന്നാമത്തെ സി പോയിന്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് വെൻ ഔട്ട്പുട്ട് ഈസ് 2500 യൂണിറ്റ്സ്. നമ്മുടെ ഔട്ട്പുട്ട് 2500 യൂണിറ്റ് ആണെങ്കിൽ നമുക്കതവിടെ എഴുതി വയ്ക്കാം, അല്ലെങ്കിൽ അതറിയില്ല. പ്രോഫിറ്റ് when output is 2500 യൂണിറ്റ്സ്. 2500 യൂണിറ്റ്സിൽ നമുക്ക് ഔട്ട്പുട്ട് വരികയാണെങ്കിൽ എത്രയാണ് നമ്മുടെ പ്രോഫിറ്റ്? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നേരത്തെ പറഞ്ഞ മെത്തേഡിലേക്ക് നമുക്ക് പോവാം. പ്രസൻറ്റ് പ്രോഫിറ്റ്, നേരത്തെ നമ്മൾ പ്രസൻറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്ര യൂണിറ്റിനായിരുന്നു? പ്രസൻറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2000 യൂണിറ്റിനായിരുന്നു അല്ലേ. 2000 യൂണിറ്റാണ്. ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? 2500, അത്രയേ ഉള്ളൂ വ്യത്യാസം. ഈ പ്രസൻറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2000 യൂണിറ്റ് ഉള്ളപ്പോഴാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2500 യൂണിറ്റ് ഉള്ളപ്പോൾ എങ്ങനെയാണ് പ്രോഫിറ്റ്? അത്രയേ ഉള്ളൂ, സെയിം ആണ്. അപ്പോൾ സെയിം ഇക്വേഷൻ തന്നെ. പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സി മൈനസ് എഫ്. ദെൻ സി ഈസ് ഈക്വൽ ടു 2500 യൂണിറ്റ്സ്. ഇതാണല്ലോ യൂണിറ്റ്സ് ഔട്ട്പുട്ട് വരുന്നത്. ₹5 ഈസ് ഈക്വൽ ടു എത്രയാണ് വരിക? 12,500 വരും. 12,500. ഇനി പി ഈസ് ഈക്വൽ ടു എത്രയാ? ഫിക്സഡ് കോസ്റ്റ് 4000 തന്നെ, അതിൽ മാറ്റില്ല അല്ലേ. നമ്മുടെ വോളിയമാണ് വ്യത്യാസം വന്നത്. 12,500 നമ്മുടെ എന്ത്? കോൺട്രിബ്യൂഷൻ. വോളിയം കൂടുന്തോറും കോൺട്രിബ്യൂഷൻ കൂടുന്നു. മൈനസ് 4000. അപ്പോൾ ഇവിടെ 2500 കൂടും ഇതിനേക്കാളും. എത്ര വരിക? ₹8,500. 8,500 നമ്മുടെ റിസൾട്ട്. അപ്പോൾ ഈ ഒരു വ്യത്യാസം കുട്ടികൾ പെട്ടെന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഇത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ അത് ഈസിയാണ്, മനസ്സിലാക്കുക. ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കരുത്. അടുത്ത് ഡി പോയിൻ്റ് ആണ്. ഡി പോയിൻ്റ് നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു ബി സോൾഡ് ടു ഒബ്റ്റെയിൻ എ പ്രോഫിറ്റ് ഓഫ് ₹10,000. Number of units to be sold to obtain a profit of
പ്രോഫിറ്റ് ഓഫ് റുപ്പീസ് 10,000. എളുപ്പമാണ്. 10,000 രൂപ പ്രോഫിറ്റ് കിട്ടാൻ എത്ര യൂണിറ്റ് വിൽക്കണം? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമുക്ക് എളുപ്പത്തിൽ കോൺട്രിബ്യൂഷൻ്റെ ബേസിൽ നിന്ന് തുടങ്ങാം. എന്താണ് കോൺട്രിബ്യൂഷൻ റിക്വയർഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് റുപ്പീസ് 10,000? നമുക്ക് അതിനൊന്ന് മാറ്റാം. കോൺട്രിബ്യൂഷൻ അതാണല്ലോ ഏറ്റവും എളുപ്പം. റിക്വയർഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് റുപ്പീസ് 10,000. 10,000 രൂപ പ്രോഫിറ്റ് കിട്ടാൻ എത്ര കോൺട്രിബ്യൂഷൻ വേണം? കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താ? കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ്, അല്ലേ? അപ്പോൾ നമുക്ക് 10,000 രൂപ പ്രോഫിറ്റ് കിട്ടാൻ എത്ര കോൺട്രിബ്യൂഷൻ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഫിക്സഡ് കോസ്റ്റ് എത്രയാ? 4,000 രൂപയാണ്. 4,000 രൂപയിൽ മാറ്റം വരില്ല. ഫിക്സഡ് കോസ്റ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് ആക്ടിവിറ്റീസ്. 4,000 പ്ലസ് നമുക്ക് എത്ര പ്രോഫിറ്റ് വേണം? 10,000. അപ്പോൾ നമ്മുടെ കോൺട്രിബ്യൂഷൻ എത്രയാണ്? 14,000 രൂപയാണ്, അല്ലേ? ഇനി എന്ത് ചെയ്യണം? ഈ 14,000 എന്ന് പറയുന്ന കോൺട്രിബ്യൂഷൻ, 14,000 ആണ് നമ്മുടെ കോൺട്രിബ്യൂഷൻ, അല്ലേ? ഈ 14,000 എന്നുള്ള കോൺട്രിബ്യൂഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ ചെയ്യാം. എങ്ങനെയാണ് ചെയ്യുക? നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു ബി, അല്ലെങ്കിൽ എന്താണ് നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു ബി സോൾഡ്, കോൺട്രിബ്യൂഷൻ റിക്വയർഡ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഇവിടെ കൃത്യമായിട്ട് നമുക്ക് എഴുതാം. to be sold is equal to എന്താണ് ഇക്വേഷൻ? ഇക്വേഷൻ വളരെ സിമ്പിളാണ്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ കോൺട്രിബ്യൂഷൻ റിക്വയർഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള 14,000 ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്, അല്ലേ? അപ്പോൾ എങ്ങനെയാണ് വരിക? ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. 14,000-ന് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്. എത്രയാണ് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്? ഇതാണ് നമ്മുടെ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അല്ലേ? 14,000 × 5 എത്രയാണ്? 2,800 യൂണിറ്റ്. അപ്പോൾ 2,800 യൂണിറ്റ് വിറ്റാൽ നമുക്ക് എത്ര രൂപ പ്രോഫിറ്റ് കിട്ടും? 14,000 രൂപ അല്ലെങ്കിൽ 10,000 രൂപ പ്രോഫിറ്റ് കിട്ടും. 2,800 യൂണിറ്റ് വിറ്റാൽ നമുക്ക് 14,000 രൂപ കോൺട്രിബ്യൂഷൻ കിട്ടും. 14,000 കോൺട്രിബ്യൂഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അതിൽ 4,000 ഫിക്സഡ് കോസ്റ്റും 10,000 എന്തുവാണ്? നമ്മുടെ പ്രോഫിറ്റുമാണ്, കേട്ടോ. അപ്പോൾ ഈ അവസാനം പറഞ്ഞത് വളരെ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്, അല്ലേ? കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കൃത്യമായിട്ട് കുട്ടികൾ ശ്രദ്ധിക്കണം. നമുക്കിവിടെ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കിവിടെ വേരിയബിൾ കോസ്റ്റും സെയിൽസ് പ്രൈസും തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് 5 രൂപ കിട്ടിയത്. നമുക്ക് 2 അസംഷൻസ് ഉണ്ട്. വേരിയബിൾ കോസ്റ്റ് എപ്പോഴും എന്താണ്? പെർ യൂണിറ്റ് കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. ഈ 15 എന്ന് പറയുന്ന ഒരു കാരണവശാലും ഇത് മാറില്ല, അല്ലേ? അതുപോലെ തന്നെ സെല്ലിംഗ് പ്രൈസ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുകൊണ്ട് ₹5 എന്ന് പറയുന്നത് നമുക്ക് എല്ലായ്പ്പോഴും കറക്റ്റ് ആയിരിക്കും. അതിൽ മാറ്റം ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ടാണ് അത് കൃത്യമായിട്ട് എടുക്കാൻ പറ്റിയത്. കോൺട്രിബ്യൂഷൻ കണ്ടുപിടിച്ച് അറിയാലോ കുട്ടികൾക്ക്. കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റും പ്രോഫിറ്റും കൂടി ചേർന്നിട്ടുള്ള തന്നെയാണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവസാനം പറഞ്ഞ ഈ ആൻസർ ഇത് നന്നായിട്ട് ശ്രദ്ധിക്കണം. ബാക്കിയൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടാവുന്നതാണ്, കേട്ടോ. അടുത്ത നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ക്യാഷ് ബ്രേക്ക് ഈവൻ പോയിൻ്റ് ആണ്. ക്യാഷ് ബ്രേക്ക് ഈവൻ പോയിൻ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ
taking into account the cash fixed cost. Depreciation is deducted from the fixed cost to calculate the cash break-even point. അപ്പോൾ ഇവിടെ ക്യാഷ് ബ്രേക്ക് ഇവൻ പോയിൻ്റ് യൂണിറ്റ്സിലും അതുപോലെ തന്നെ ക്യാഷ് ബ്രേക്ക് ഇവൻ പോയിൻ്റ് സെയിൽസിലും അതാണ് പറയുന്നത്. ക്യാഷ് ബ്രേക്ക് ഇവൻ പോയിൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സെയിൽസ് വാല്യൂ ബ്രേക്ക് ഇവൻ പോയിൻ്റ് കാണുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ആ ക്വസ്റ്റ്യൻ വായിക്കാം. കാൽക്കുലേറ്റ് ക്യാഷ് ബ്രേക്ക് ഇവൻ പോയിൻറ്റ്. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് 30 രൂപയാണ്. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ₹23. ഫിക്സഡ് കോസ്റ്റ് ₹1 lakh ഇൻക്ലൂഡിംഗ് ഡിപ്രീസിയേഷൻ 30,000. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകാം. അപ്പോൾ ക്യാഷ് ബ്രേക്ക് ഇവൻ പോയിൻ്റ് എന്ന് പറയുമ്പോൾ എക്സാക്റ്റ് ക്യാഷ് ഐറ്റംസ് മാത്രം കേട്ടോ. അപ്പോൾ നമുക്ക് ക്യാഷ് ബി പി യൂണിറ്റ്സ് = നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ എഴുതി വയ്ക്കാം. ഫിക്സഡ് കോസ്റ്റ് അവിടെയാണ് വ്യത്യാസം വരുന്നത്. ഫിക്സഡ് കോസ്റ്റ് മൈനസ് ഡിപ്രീസിയേഷൻ കുറയ്ക്കുകയാണ്. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നൊരു ക്യാഷില്ല, നോൺ ക്യാഷ് ആയിട്ടാണല്ലോ, അതാണ് ഇവിടെ വ്യത്യാസം വരുന്നത്. അപ്പോൾ ഇത് മാത്രം കുട്ടികൾ മനസ്സിലൊന്ന് വിചാരിച്ചാൽ മതി. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് നോൺ ക്യാഷ് ആണ്, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ബാക്കിയുള്ളതൊന്നും മാറ്റില്ല. സി പെർ യൂണിറ്റ്, ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ഇതിൽ ഫിക്സഡ് കോസ്റ്റിൽ ബ്രാക്കറ്റിൽ വന്നിട്ടുണ്ട് ഫിക്സഡ് കോസ്റ്റ് 1 lakh ആണ്, ബ്രാക്കറ്റിൽ വന്നിട്ടുണ്ട് 30,000 രൂപ ഡിപ്രീസിയേഷനാണ്. $1 lakh മൈനസ് 30,000 ഡിവൈഡഡ് ബൈ സി പെർ യൂണിറ്റ് എന്ന് പറയുമ്പോൾ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഇവിടെ 30ഉം 23 അല്ലേ. അപ്പോൾ ഇവിടെ 70,000 ഡിവൈഡഡ് ബൈ 7, 10,000 യൂണിറ്റ്സ്. ഇതാണ് ക്യാഷ് ബ്രേക്ക് ഇവൻ പോയിൻ്റ് സ്പെഷ്യാലിറ്റി. ഇനി എന്ത് ചെയ്യാം? ബി പി വാല്യൂ അല്ലെങ്കിൽ സെയിൽസ് = 10,000 ആണ് യൂണിറ്റ്. 10,000 ഇൻറ്റു സെയിൽസ് വാല്യൂ എത്രയാണ്? ഒരു യൂണിറ്റിന് 30 രൂപയാണ് സെയിൽസ് വാല്യൂ. അപ്പോൾ ₹3 lakh. ഇതൊരു ആൻസർ. അപ്പോൾ ഇവിടെ ക്യാഷ് ബ്രേക്ക് ഇവൻ പോയിൻറ്റിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി കുട്ടികൾക്ക് മനസ്സിലായല്ലോ. ഡിപ്രീസിയേഷൻ പോലത്തെ നോൺ ക്യാഷ് ഐറ്റംസ് ഒഴിവാക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. സാധാരണ അങ്ങനെ ക്യാഷ് ബ്രേക്ക് ഇവൻ പോയിൻ്റ് അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല. അഥവാ ചോദിക്കുകയാണെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ചെയ്യുന്നത്. അടുത്ത നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ബ്രേക്ക് ഇവൻ ചാർട്ടാണ്, ഓർ BE ചാർട്ട്. ബ്രേക്ക് ഇവൻ ചാർട്ട് ഈസ് ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ബ്രേക്ക് ഇവൻ അനാലിസിസ്. ബ്രേക്ക് ഇവൻ അനാലിസിസിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ബ്രേക്ക് ഇവൻ ചാർട്ട് എന്ന് പറയുന്നത്. ആ ബ്രേക്ക് ഇവൻ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രേക്ക് ഇവൻ പോയിൻ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നു. ബ്രേക്ക് ഇവൻ പോയിൻറ്റിന് മുകളിലുള്ളതൊക്കെ എന്താണ്? അല്ലെങ്കിൽ ബ്രേക്ക് ഇവൻ പോയിൻറ്റിന് മുകളിൽ സെയിൽസ് വരുന്നതൊക്കെ എന്താണ്? പ്രോഫിറ്റബിൾ സെയിൽസ് ആണ്. ബ്രേക്ക് ഇവൻ എന്ന് പറയുന്ന പോയിൻ്റ് എന്താണ്? ലാഭവും നഷ്ടവും ഇല്ലാത്ത അവസ്ഥയാണ്. അതിന് താഴെയുള്ള ഭാഗമൊക്കെ എന്താണ്? ലോസാണ്. ഇതാണ് ലോസ് ഏരിയ, പ്രോഫിറ്റ് ഏരിയ ഒക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ബ്രേക്ക് ഇവൻ ചാർട്ടിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, ബ്രേക്ക് ഇവൻ ചാർട്ട് ചില സമയങ്ങളിൽ എക്സാമിനേഷൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ചാർട്ട് വരയ്ക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഗ്രാഫ് പേപ്പറൊക്കെ ഉപയോഗിച്ച് വരച്ചാലാണ് കൃത്യത ആർന്നിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ. മറ്റേത് ഏറെക്കുറെ സ്കെയിലൊക്കെ നമ്മൾ കയ്യിൽ വെക്കുക എക്സാമിനേഷന് പോകുമ്പോൾ.
ഏറെക്കുറെ എന്താണ് ശരിയാക്കാനേ പറ്റുള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഗ്രാഫ് വരച്ച് കൃത്യമായിട്ട് അതിൻ്റെ പോയിൻ്റൊക്കെ പ്ലോട്ട് ചെയ്ത് കൃത്യമായിട്ട് ബ്രേക്ക് ഈവൻ പോയിൻ്റൊക്കെ കിട്ടണമെങ്കിൽ ഗ്രാഫ് പേപ്പറാണ് ഏറ്റവും ബെറ്റർ. പക്ഷെ നമുക്ക് എക്സാമിനേഷന് ഗ്രാഫ് പേപ്പറൊന്നും കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. നമ്മൾ കൊണ്ടുപോകുന്ന ഗ്രാഫ് പേപ്പറിൽ വരയ്ക്കാനും പറ്റില്ല. അപ്പോൾ സാധാരണ ചെയ്യുന്നൊരു മെത്തേഡ് ഇങ്ങനെയുള്ള ബ്രേക്ക് ഈവൻ ചാർട്ടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ എക്സാമിനേഷൻ പേപ്പറിൽ തന്നെ വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്കെയിൽ വെച്ച് കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ട് വരയ്ക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് എന്താണ് ഇതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബ്രേക്ക് ഈവൻ ചാർട്ട് ഈസ് ദ ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ ഓഫ് ബ്രേക്ക് ഈവൻ അനാലിസിസ്. ഇറ്റ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെയിൽസ്, ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്. ബി ചാർട്ട് ഷോസ് പ്രോഫിറ്റ് ഓർ ലോസ് അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഔട്ട്പുട്ട്. ഓരോ ലെവൽസ് ഓഫ് ഔട്ട്പുട്ടിൻ്റെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ കൃത്യമായിട്ട് ആര് കാണിക്കുന്നു? ബ്രേക്ക് ഈവൻ ചാർട്ട് കാണിച്ചു തരുന്നു. ഇനി കൺസ്ട്രക്ഷൻ ഓഫ് ബി ചാർട്ടാണ്. ബി ചാർട്ട് വരയ്ക്കുന്നതിനുള്ള ചില മാർഗനിർദ്ദേശങ്ങളാണ്. എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വായിക്കാം, കുട്ടികൾ ശ്രദ്ധിക്കാം. വോളിയം ഓഫ് ഔട്ട്പുട്ട് ഈസ് പ്ലോട്ടഡ് ഓൺ ദ എക്സ് ആക്സിസ്. എക്സ് ആക്സിസിൽ വോളിയം ഓഫ് ഔട്ട്പുട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ചാർട്ട് ചെയ്യുക, പ്ലോട്ട് ചെയ്യുക. കോസ്റ്റ് ആൻഡ് റവന്യൂ പ്ലോട്ടഡ് ഓൺ ദ വൈ. വൈയിലാണ് കോസ്റ്റ് ആൻഡ് റവന്യൂ എന്ത് ചെയ്യുന്നത്? പ്ലോട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് വൈ ആക്സിസ്, എന്താണ് എക്സ് ആക്സിസ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം കേട്ടോ. കോസ്റ്റ് ഓഫ് റവന്യൂ, അതായത് നമ്മൾ ആദ്യം വരയ്ക്കുന്ന അല്ലെങ്കിൽ എന്താണ് മറ്റേ മാർജിൻ സൈഡിൽ വരയ്ക്കുന്ന പോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുന്നതാണ് വൈ ആക്സിസ് അല്ലേ. താഴെ ലെവലിൽ വരയ്ക്കുന്നതിന് എക്സ് ആക്സിസ് എന്ന് പറയും. ഞാനത് ഒരു കാര്യം ചെയ്യാം, നമുക്കിത് ബോർഡിലൊന്ന് വരച്ച് കാണിക്കാം, അതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു എനിക്ക് കേട്ടോ. അതിന് ശേഷം ഞാനിതിൻ്റെ പിക്ചർ തരാം കേട്ടോ. ടെക്സ്റ്റിലുണ്ട് എങ്കിലും കുട്ടികൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഏറെക്കുറെ പറ്റാവുന്ന രീതിയിൽ ഞാൻ ബോർഡിൽ ചെയ്ത് നോക്കാം. ഏറെക്കുറെ എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് ബോർഡിൽ നമുക്ക് മാർക്ക് ചെയ്ത് വരയ്ക്കാനുള്ള അസൗകര്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഏറെക്കുറെ എന്ന് പറയുന്നത്. നമ്മൾ പ്ലോട്ട് ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് കിട്ടും കേട്ടോ. വേരിയബിൾ കോസ്റ്റ് ലൈൻ. ഇനി ഫിക്സഡ് കോസ്റ്റ് ലൈൻ ഈസ് ഡ്രോൺ പാരലൽ ടു ദ എക്സ് ആക്സിസ്. എക്സ് ആക്സിസിന് പാരലായിട്ട് ഫിക്സഡ് കോസ്റ്റ് ലൈൻ വരയ്ക്കുക. കാരണം ഇപ്പോൾ 20,000 രൂപയാണ് ഫിക്സഡ് കോസ്റ്റ് എന്നുണ്ടെങ്കിൽ അത് മാറില്ല, അത് എന്താണ് ഫിക്സഡ് ആണല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ വരയ്ക്കാൻ പറയുന്നത്. അത് പാരലായിട്ട് തന്നെ വരയ്ക്കുക. 4 വേരിയബിൾ കോസ്റ്റ് ലൈൻ ഈസ് ഡ്രോൺ ഫ്രം 0 പോയിൻറ്റ് ആൻഡ് ഇറ്റ് റൈസസ് ടുവേഡ്സ് ദ റൈറ്റ്. 0-ൽ നിന്ന് ആരംഭിച്ച് വേരിയബിൾ കോസ്റ്റ് ലൈൻ എന്ത് ചെയ്യുന്നു? അത് റൈറ്റിലേക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഡെവലപ്പ് ചെയ്യുന്നതോറും റൈറ്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെയാണ് നമ്മൾ 0-ൽ നിന്ന് ഏകദേശം മിഡിൽ ചെയ്തിട്ട് വരച്ചാൽ മതിയായിരിക്കും. നോക്കാം നമുക്ക്. 5ാമത്തെ പോയിൻ്റ്, ടോട്ടൽ കോസ്റ്റ് ലൈൻ ഈസ് പ്ലോട്ടഡ് എബോവ് ദ വേരിയബിൾ കോസ്റ്റ് ലൈൻ. ടോട്ടൽ കോസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് വേരിയബിൾ കോസ്റ്റ് ലൈനിന് മുകളിലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പ്ലോട്ട് ചെയ്യേണ്ടത്. സെയിൽസ് ലൈൻ ഈസ് പ്ലോട്ടഡ് ഫ്രം 0 ആൻഡ് ഇറ്റ് റേസസ് ടുവേഡ്സ് ദ റൈറ്റ് എലോങ് വിത്ത് ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് കൂടുന്തോറും വലതുവശത്തേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും. ഏത്? സെയിൽസ് ലൈൻ. അതാണ് അതിൻ്റെ കണ്ടീഷൻ. Then the point at which the sales line increases the total cost line represents BEP. Then the point at which the sales line intersects the total cost line. എപ്പോഴാണോ സെയിൽസ് ലൈൻ ടോട്ടൽ കോസ്റ്റ് ലൈനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്, കൂട്ടിമുട്ടുന്നത്, ആ പോയിൻറ്റിനെ BEP എന്ന് പറയാം, ബ്രേക്ക് ഈവൻ പോയിൻറ്റ്. The perpendicular drawn from the point of intersection to the x axis. ഈ കൂട്ടിമുട്ടുന്ന പോയിന്റിൽ നിന്ന് എക്സ് ആക്സിസിലേക്ക് വരച്ചാൽ അവിടെ യൂണിറ്റ് ആണല്ലോ. എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ഔട്ട്പുട്ടാണ്. അപ്പോൾ ഈ ബ്രേക്ക് ഈവൻ പോയിന്റിൽ നിന്ന് നമ്മൾ എക്സ് ആക്സിസിലേക്ക് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് BEP യൂണിറ്റ്സ് കിട്ടും. ബ്രേക്ക് ഈവൻ പോയിന്റിൽ നിന്ന് വൈയിലേക്ക് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് ഈവൻ സെയിൽസ് കിട്ടും. ദ ഏരിയ ബിലോ ബ്രേക്ക് ഈവൻ റെപ്രസെൻറ്റ്സ് ലോസ് ഏരിയ ആൻഡ് ദ ഏരിയ എബോവ് ബ്രേക്ക് ഈവൻ പോയിൻറ്റ് റെപ്രസെൻറ്റ് ദ പ്രോഫിറ്റ് ഏരിയ. ഇങ്ങനെയാണ് പറയാൻ പറ്റുന്നത്. അതായത് ബ്രേക്ക് ഈവൻ പോയിൻറ്റിന് താഴെയുള്ള ഏരിയനൊക്കെ നമുക്ക് ലോസ് ഏരിയ എന്നും ബ്രേക്ക് ഈവൻ പോയിൻറ്റിന് മുകളിലുള്ള ഏരിയനെ പ്രോഫിറ്റ് ഏരിയ എന്നും പറയാം. പിന്നീടും അതിൽ കുറച്ചുകൂടി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ്ട് ഞാനതപ്പോൾ ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ബ്രേക്ക് ഈവൻ ചാർട്ടും ബ്രേക്ക് ഈവൻ പോയിൻ്റൊക്കെ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതിലേക്ക് കിടക്കാം. ഫ്രം ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് പ്രിപ്പയർ എ BE ചാർട്ട് ആൻഡ് ഡിറ്റർമിൻ ദ ബ്രേക്ക് ഈവൻ പോയിൻറ്റ്. സെയിൽസ് 800 units, സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് 10, വേരിയബിൾ പ്രൈസ് പെർ യൂണിറ്റ് 7,
ഫിക്സഡ് കോസ്റ്റ് 1500, 1500. ഇത്രയാണ് നമുക്കുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബ്രേക്ക് ഈവൻ ചാർട്ടിന് മുൻപായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കാം. ഇപ്പോൾ കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 238 ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരച്ചിട്ടുണ്ട്. സെയിൽസ്, വേരിയബിൾ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ്, ടോട്ടൽ സെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഫ്രം ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് പ്രിപ്പയർ എ ബ്രേക്ക് ഈവൻ ചാർട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലേ? അപ്പോൾ ഇവിടെ സെയിൽസ് 100 യൂണിറ്റ്. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് എത്രയാണ്? ഒരു യൂണിറ്റിന് 7 രൂപയാണ് പറഞ്ഞിട്ടുള്ളത്. ഫിക്സഡ് കോസ്റ്റ് 1500 രൂപ. സെല്ലിംഗ് പ്രൈസ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എത്രയാണ്? 10 രൂപയാണ്. അത് വെച്ചിട്ടാണ് നമ്മളിവിടെ വരച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരു എന്താ പറയുക, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അത് വരച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കുറച്ചുകൂടി വ്യക്തമാവുന്നതിന് വേണ്ടിയിട്ടാണ്. സെയിൽസ് 100 യൂണിറ്റ് ആകുമ്പോൾ വേരിയബിൾ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ് വരുന്ന ഈ ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും കൂടി കൂട്ടുമ്പോഴാണ് ടോട്ടൽ കോസ്റ്റ് വരുന്നത്, അല്ലേ? സെയിൽസും പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മൾ വരച്ച് വെച്ച 800 യൂണിറ്റ് വരെയാണ് നമ്മുടെ സെയിൽസ് തന്നിട്ടുള്ളത്. 800 യൂണിറ്റ് ആണ്. അപ്പോൾ 800 യൂണിറ്റ് വരെയുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. അതിന് താഴെ നമ്മളൊരു വരച്ചിട്ടുണ്ട്, ഒരു ഗ്രാഫ് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രാഫ് നമുക്ക് വേണമെങ്കിൽ ബോർഡിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ബോർഡിൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ബോർഡിലേക്ക് പോവാം. ബോർഡിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്രാഫ് ബ്രേക്ക് ഈവൻ ചാർട്ടിലേക്കാണ് പോകുന്നത്. ബ്രേക്ക് ഈവൻ ചാർട്ട് ഞാനിവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. വരച്ച് വെച്ചിട്ട് അതിൽ y ആക്സിസിൽ കോസ്റ്റ് ആൻഡ് റവന്യൂ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. കോസ്റ്റ് ആൻഡ് റവന്യൂ എന്ന് പറയുന്നത് നമ്മുടെ സെയിൽസ് 1000, 2000, 3000, 4000, 5000, 8000 വരെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഔട്ട്പുട്ട് x ആക്സിസിൽ നമ്മുടെ ഔട്ട്പുട്ട് യൂണിറ്റ്സും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ബ്രേക്ക് ഈവൻ ചാർട്ട് സെയിൽസ് 800 യൂണിറ്റ്. അതുകൊണ്ടാണ് ഞാൻ 800 യൂണിറ്റ് ചെയ്തത്. അപ്പോൾ 800 യൂണിറ്റിന് ഒരു യൂണിറ്റിന് 10 രൂപയാണ് സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ 8000 രൂപയാണ് നമ്മുടെ സെയിൽസ് പ്രൈസ് വരുന്നത്. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 7 രൂപയാണ്. ഫിക്സഡ് കോസ്റ്റ് 1500 രൂപയാണ്. ആ ഫിക്സഡ് കോസ്റ്റ് 1500 രൂപ എന്ന് പറയുമ്പോൾ ഇതിവിടെ ഈ 1000-നും 2000-നും നടുവിലായിട്ടാണ്. ഇതാണ് ഫിക്സഡ് കോസ്റ്റിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത്. ഇത് പാരലായിട്ട് വരയ്ക്കാനാണ് പറഞ്ഞത് എക്സിന്. എന്താ കാരണം എന്ന് വെച്ചാൽ അത് റിമെയിൻ കോൺസ്റ്റൻ്റ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് ആക്ടിവിറ്റീസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് പാരലായിട്ട് വരയ്ക്കുക. ഏറെക്കുറെ നമുക്ക് വരയ്ക്കാം. കുട്ടികളിത് കൃത്യമായിട്ട് ബുക്കിലെ സ്കെയിലൊക്കെ വെച്ച് പ്ലോട്ട് ചെയ്ത് വരച്ചാൽ കൃത്യമായിട്ടുള്ള ആൻസർ കിട്ടും കേട്ടോ. ഇതാണ് ഫിക്സഡ് കോസ്റ്റ്. അപ്പോൾ നമുക്കിവിടെ എഴുതി വയ്ക്കുന്നു. ഫിക്സഡ് കോസ്റ്റ് ലൈൻ 1500 രൂപ ആയതുകൊണ്ട് 1000-ൻ്റെയും 2000-ൻ്റെയും ഇടയ്ക്ക് വരച്ചു. അടുത്ത കാര്യം എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ വേരിയബിൾ കോസ്റ്റ് ലൈൻ ഈസ് ഡ്രോൺ ഫ്രം 0 പോയിൻറ്റ് ആൻഡ് ഇറ്റ് റൈസസ് ടുവേർഡ്സ് ദ റൈറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് ലൈൻ വരയ്ക്കുന്നതിന് നമുക്കറിയാം ഒരു യൂണിറ്റിന് 7 രൂപയാണ്. അപ്പോൾ ഒരു യൂണിറ്റിന് 7 രൂപ ആയതുകൊണ്ട് അത് 0-ൽ നിന്ന് തുടങ്ങി റൈറ്റിലേക്കാണ് കയറിപ്പോകേണ്ടത്. അപ്പോൾ 7 രൂപ ആയതുകൊണ്ട് 800 യൂണിറ്റ് ആ ബോക്സിൽ നോക്കുക. നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തിട്ടില്ലേ, ആ സ്റ്റേറ്റ്മെൻറ്റിൽ നോക്കുക. 800 യൂണിറ്റിന് 800 × 7 5600 രൂപയാണ് വരുന്നത്. അപ്പോൾ ഏകദേശം 5600 എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഒരു സ്പേസിലാണ് വരേണ്ടത്. ഞാൻ ഏറെക്കുറെ ഒരു വരയ്ക്കാൻ വേണ്ടിയിട്ടൊരു മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
അവിടെയാണ് ടച്ച് ചെയ്യേണ്ടത് ഏറെക്കുറെ. ഇതാണ് നമ്മുടെ വേരിയബിൾ കോസ്റ്റ് ലൈൻ. വേരിയബിൾ കോസ്റ്റ് ലൈൻ. അപ്പോൾ ഒരു യൂണിറ്റിന് 7 രൂപ വെച്ച് കയറി പോകുന്നു, റൈറ്റിലേക്ക് ഇൻക്രീസ് ചെയ്ത് പോകുന്നു. അതാണ് വേരിയബിൾ കോസ്റ്റ് ലൈൻ. അടുത്തത് നമുക്ക് ടോട്ടൽ കോസ്റ്റ് ലൈൻ ആണ് വരയ്ക്കേണ്ടത്. ടോട്ടൽ കോസ്റ്റ് ലൈൻ എന്ന് പറയുമ്പോൾ 800 യൂണിറ്റിന് 7100 ടോട്ടൽ കോസ്റ്റ് വരുന്നത്. അപ്പോൾ ഏറെക്കുറെ ഈ ഒരു സ്പേസിൽ വേണം നമുക്ക് വരയ്ക്കാൻ. 800 യൂണിറ്റിന് എന്ന് പറയുമ്പോൾ അവിടെയാണ് ഏറെക്കുറെ വരിക. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ലൈൻ വരയ്ക്കുമ്പോൾ നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങുക? ഓൾറെഡി നമുക്ക് 2000 യൂണിറ്റ് അല്ല 1500 നമ്മുടെ ഫിക്സഡ് കോസ്റ്റ് ലൈൻ. ഫിക്സഡ് കോസ്റ്റ് കഴിഞ്ഞിട്ടാണ് നമുക്ക് വേരിയബിൾ വരിക. ഇതാണ് ടോട്ടൽ കോസ്റ്റ് ലൈൻ. ഇനി നമുക്ക് വരയ്ക്കേണ്ടത് സെയിൽസ് ലൈനാണ്. സെയിൽസ് ലൈൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 0-ൽ നിന്നാണ് തുടങ്ങുന്നത്. 0-ൽ നിന്ന് തുടങ്ങി ഇൻക്രീസ് ചെയ്ത് പോവുകയാണല്ലോ ചെയ്യുക. അപ്പോൾ 800 യൂണിറ്റിന് ടോട്ടൽ സെയിൽസ് 8000 ആണ്. 800 യൂണിറ്റിന് 8000 എന്ന് പറയുമ്പോൾ ഈ റേഞ്ച് വരണം. ഇതാണ് സെയിൽസ് ലൈൻ. അപ്പോൾ എൻ്റെ സെയിൽസ് ലൈൻ വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ ഇൻ്റർസെക്ഷൻ ഉണ്ട്. ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ സെയിൽസ് ലൈൻ ടോട്ടൽ കോസ്റ്റ് ലൈനും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ പോയിൻ്റ്. ആ പോയിൻ്റാണ് നമ്മുടെ BEP എന്ന് പറയുന്നത്. ബ്രേക്ക് ഈവൻ പോയിൻ്റ് ആണത്. അപ്പോൾ ബ്രേക്ക് ഈവൻ പോയിൻ്റ് താഴേക്ക് കണക്ട് ചെയ്താൽ നമുക്ക് ബ്രേക്ക് ഈവൻ യൂണിറ്റ് കിട്ടും എക്സിലേക്ക്.
വൈയിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക് ഈവൻ നമ്മുടെ എന്ത് കിട്ടും? എമൗണ്ട് കിട്ടും, അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ സെയിൽസ് കിട്ടും. ഈ പോയിൻ്റാണ് നമ്മുടെ ബ്രേക്ക് ഈവൻ പോയിന്റ്, BEP. ഇത് നമ്മുടെ വേരിയബിൾ കോസ്റ്റ് ലൈൻ, പച്ച നമ്മുടെ സെയിൽസ് ലൈൻ, ഫിക്സഡ് കോസ്റ്റിന് മുകളിൽ വരുന്നതും വേരിയബിൾ കോസ്റ്റിന് പാരലലായിട്ട് പോകുന്നതും. ഇത് ചുവപ്പാണ് നമ്മുടെ ടോട്ടൽ കോസ്റ്റ് ലൈൻ. ടോട്ടൽ കോസ്റ്റ് ലൈനും സെയിൽസ് ലൈനും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോർഷൻ. ടോട്ടൽ കോസ്റ്റ് ലൈനും അതുപോലെ തന്നെ സെയിൽസ് ലൈനും, ദ പോയിൻ്റ് അറ്റ് വിച്ച് സെയിൽസ് ലൈൻ ഇൻ്റർസെക്ട്സ് ദ ടോട്ടൽ കോസ്റ്റ് ലൈൻ. സെയിൽസ് ലൈൻ ടോട്ടൽ കോസ്റ്റ് ലൈനെ ക്രോസ് ചെയ്യുന്ന ആ ഏരിയ. അപ്പോൾ സെയിൽസ് പച്ചയാണ്. ഇതുവരെ സെയിൽസ് നടത്തിയത് എന്താണ്? നമുക്ക് പ്രോഫിറ്റാണ്, ലോസാണ്. ഇത് ക്രോസ് ചെയ്ത് അങ്ങോട്ട് കടന്നാൽ എന്തായി? പ്രോഫിറ്റായി. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഏരിയയെ, അതായത് നമ്മുടെ ഈ ഏരിയ ഇത് ലോസ് ഏരിയ ആണ്. ലോസ് ഏരിയ. അതിനപ്പുറത്തേക്ക് നമുക്ക് എന്തായിട്ട് പറയാം? പ്രോഫിറ്റ് ഏരിയ. ഇത് പ്രോഫിറ്റാണ്. ഈ ഏരിയ ലോസും ആ ഏരിയ പ്രോഫിറ്റാണ്. അത് മനസ്സിലാക്കാം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ബ്രേക്ക് ഈവൻ പോയിന്റിൽ നിന്ന് Y ആക്സിസിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ 5,000 ആണ്, ₹5,000 ആണ് നമ്മുടെ എന്ത്? നമ്മുടെ ബ്രേക്ക് ഈവൻ സെയിൽസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബ്രേക്ക് ഈവൻ പോയിന്റിൽ നിന്ന് താഴത്തേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 500 യൂണിറ്റ്സ് ആണ് നമ്മുടെ ബ്രേക്ക് ഈവൻ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 500 യൂണിറ്റ് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ലാഭവും നഷ്ടവും ഇല്ല. അതുപോലെ തന്നെ 500 × 10 5000 യൂണിറ്റ് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ലാഭവും നഷ്ടവും ഇല്ല. അപ്പോൾ സെയിൽസ് ലൈൻ എപ്പോഴാണോ ടോട്ടൽ കോസ്റ്റ് ലൈൻ എവിടെയാണോ ക്രോസ് ചെയ്യുന്നത്, ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്, എവിടെയാണോ ക്രോസ് ചെയ്ത് കടന്നു പോകുന്നത്, ആ പോയിന്റിനെയാണ് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. ആ ബ്രേക്ക് ഈവൻ പോയിന്റിന് താഴെയുള്ള ഏരിയയെ ലോസ് ഏരിയ എന്നും ബ്രേക്ക് ഈവൻ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തിനെ പ്രോഫിറ്റ് ഏരിയ എന്നും പറയും. മനസ്സിലായല്ലോ? ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിൽ പഠിക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്. ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, ദിസ് ആംഗിൾ. ഈ ആംഗിളിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നു. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് മാർജിൻ ഓഫ് സേഫ്റ്റി ഉണ്ട്. മാർജിൻ ഓഫ് സേഫ്റ്റി. മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് നമ്മുടെ ബ്രേക്ക് ഈവൻ പോയിന്റ് സെയിൽസും കറണ്ട് സെയിൽസും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഫോർ എക്സാമ്പിൾ ഈ ഏരിയയാണ് മാർജിൻ ഓഫ് സേഫ്റ്റി. ഇപ്പോൾ നമുക്ക് കറണ്ട് സെയിൽസ് എത്രയാണ്? 8,000 ആണ്, 8,000 rupees ആണ്. ദെൻ കറണ്ട് സെയിൽസ്, ബ്രേക്ക് ഈവൻ സെയിൽസ്, ബ്രേക്ക് ഈവൻ പോയിന്റ് സെയിൽസ് എത്രയാണ്? 5,000 ആണ്. ദെർഫോർ നമ്മുടെ മാർജിൻ ഓഫ് സേഫ്റ്റി എത്രയാണ്? 3,000 rupees ആണ്. ഇതേ സെയിം കേസ് ഇവിടെയുണ്ട്. ഇതാണ് മാർജിൻ ഓഫ് സേഫ്റ്റി യൂണിറ്റ്സ്. മനസ്സിലായല്ലോ? അപ്പോൾ മാർജിൻ ഓഫ് സേഫ്റ്റി യൂണിറ്റ്സും മാർജിൻ ഓഫ് സേഫ്റ്റി സെയിൽസും നമുക്കിവിടെ കാണാൻ സാധിക്കും.
ബ്രേക്ക് ഈവൻ പോയിന്റ് ഈസി ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അതായത് ടോട്ടൽ സെയിൽസ് ലൈനും അല്ലെങ്കിൽ സെയിൽസ് ലൈൻ എവിടെയാണോ ടോട്ടൽ കോസ്റ്റ് ലൈനെ ക്രോസ് ചെയ്യുന്നത് ആ പോയിൻ്റാണ് നമ്മുടെ ബ്രേക്ക് ഈവൻ പോയിന്റ്. ആ ബ്രേക്ക് ഈവൻ പോയിന്റിന് താഴെയുള്ള പോർഷനെ ലോസ് ഏരിയ എന്നും അതിനപ്പുറത്തേക്കുള്ള പോർഷനെ പ്രോഫിറ്റ് ഏരിയ എന്നും പറയും. ബ്രേക്ക് ഈവൻ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ആംഗിളിനെ, അതായത് നമ്മുടെ സെയിൽസ് ലൈൻ കോസ്റ്റ് ലൈനെ ടോട്ടൽ കോസ്റ്റ് ലൈനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ ആംഗിളിനെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. ഈ ആംഗിൾ വൈഡൻ ചെയ്യുന്തോറും പ്രോഫിറ്റ് കൂടും, ചെറുതാവും തോറും പ്രോഫിറ്റ് കുറയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രേക്ക് ഈവൻ ചാർട്ട് എന്ന് പറയുന്നത്. ഇത് കുട്ടികൾ നന്നായിട്ട് നോക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ഞാൻ ഇന്നത്തെ ക്ലാസ് ഞാൻ എന്തായാലും ഇവിടെ നിർത്തുകയാണ്. താങ്ക് യു.